പ്രതിഭയ്ക്കെതിരായി മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദ് ഇന്നലെ നടത്തിയ അങ്ങേയറ്റം മോശമായ പരാമർശം അത് വലിയ വിവാദമായി മാറിയിരുന്നു. അതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉണ്ടായത് അങ്ങേയറ്റം തെറ്റായ പരാമർശം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കണം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പരാമർശത്തിന് പിന്നാലെ ആ നേതാവിനെതിരെ നടപടിയെടുത്തു. എന്നാൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ അധിക്ഷേപം നടത്തിയ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ എന്ത് നിലപാടെടുത്തുവെന്നും വി ഡി സതീശൻ ചോദിച്ചു. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി. മുസ്ലിം ലീഗ് രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. എന്ത് നടപടിയെടുത്തു? CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരെതിരെ നടപടിയെടുക്കാത്ത CPM ആർ ഞങ്ങളെ കണ്ടുപഠിക്കണം CPM. പരാമർശം തെറ്റായിപ്പോയെന്ന് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് 24-നോട് പറഞ്ഞു. ആണെങ്കിലും സ്ത്രീയാണെങ്കിലും ആരും വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഏത് കാര്യത്തിനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തരംതാണ വർത്തമാനങ്ങൾ ഉറപ്പായിട്ട് ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉള്ളിൽ പോലും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ആർക്കും ഉണ്ടാവരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആലപ്പുഴ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നടപടിയെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വിൻ പാലാടി വിശദാംശങ്ങളുമായി. അശ്വിൻ, അങ്ങേയറ്റം മോശമായ പരാമർശമാണ് ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ലീഗ് നടപടിയെടുത്തു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പൂർണ്ണമായും അത്തരം പരാമർശത്തെ തള്ളിക്കൊണ്ട് രണ്ട് ഭാഗത്തു നിന്നുമൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ നടപടിയിലേക്ക് പോവുകയാണ്. നടപടി എടുക്കണമെന്ന് കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയത്തിനുള്ളിൽ എന്താണ് നടപടി എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ, അതായത് വരണാധികൂടിയായ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കും. അതിന് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ആ നടപടി അവസാനം വരേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കൂടിയാണ്. അതിന്റെ നടപടികളും അന്തിമഘട്ടത്തിലാണ്. റിപ്പോർട്ട് കളക്ടറോടാണ് തേടിയിരിക്കുന്നത്. കളക്ടർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പരാമർശങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനം അതിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ പോലീസിനും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും രേഖാമൂലം പരാതി കൊടുക്കാൻ കൂടി കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭ അല്പസമയത്തിനുള്ളിൽ അതിന്റെ നടപടികളിലേക്ക് കൂടി കടക്കും. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ ഉയരുന്നുണ്ട്. LDFന്റെ നേതൃത്വത്തിൽ വനിതകളെ അണിനിരത്തി കായംകുളത്ത് ഒരു മാർച്ച് അല്പസമയം മുമ്പ് സംഘടിപ്പിച്ചിരുന്നു. പ്രതിഭയും ആ മാർച്ചിന്റെ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പല കോണുകളിൽ നിന്ന് UDF-ൽ നിന്നും LDF-ൽ നിന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഈ അധിക്ഷേപകരമായ പരാമർശത്തെ ഒട്ടും പിന്തുണയ്ക്കാതെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. സംഭവത്തിൽ മുസ്ലിം ലീഗും UDF-ഉം നടപടിയെടുത്തു എന്നുള്ളത് ഉയർത്തിക്കാണിച്ചാണ് UDF നിലവിൽ ഈ വിഷയവുമായി പ്രതികരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ ഒരു പ്രചരണ ആയുധമാക്കി കൂടി LDF ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തെ മാറ്റുന്നുമുണ്ട്. അതാണ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു നടപടിയെടുക്കണമെന്ന്. അതിനിടെ പ്രതിഭ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.